ഒന്നാമതായി ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും നമ്മൾ ചെയ്തു കൂട്ടുന്ന, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങൾക്കുള്ള പരിഹാര ബലി കൂടിയാണ്. ഒരു കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ആ കുർബാനയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്രോധം, പാപത്തിൻ്റെ അനന്തരഫലമായ നിത്യശിക്ഷയും കാലിക ശിക്ഷകളും കുമ്പസാരത്തിലൂടെ മാറുന്നത് പോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സഭയുടെ പ്രബോധനം അനുസരിച്ച് എല്ലാ ലഘുപാപങ്ങളും കുർബാനയിൽ മോചിക്കപ്പെടും. അപ്പം അങ്ങനെ പരിഹാരത്തിൻ്റെ ഒരു തലം പരിശുദ്ധ കുർബാനയ്ക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പഴയ നിയമ ഭാഗമാണ് ഇത്. രണ്ടാമതായിട്ട്, ജനത്തിനിടയിലേക്കൊരു മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം, ഈ മഹാമാരി അവസാനിക്കണമെങ്കിൽ ബലിപീഠം പണിത് ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും അസ്വസ്ഥതകളോ വേദനകളോ രോഗങ്ങളോ തകർച്ചകളോ ഒക്കെ വരുമ്പോൾ പ്രായോഗികമായി നമുക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്കൊരാപത്തിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ സഹായം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണുന്ന ഒരു ചിന്ത, ദാവീദ് താൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നമ്മൾ ഒരു വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് കുർബാനയിൽ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം ദൈവം ക്ഷമിക്കും, ദൈവം എല്ലാം എഴുതിത്തള്ളും എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ ജീവിതത്തിലെ ഓരോ പാപങ്ങളും എടുത്ത് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ്, നമ്മൾ പാപം ചെയ്തതാണ് എന്ന് സമ്മതിച്ച് പ്രാർത്ഥിച്ചാൽ കുർബാന വളരെ ഫലദായകമായി മാറും. മറ്റൊരു കാര്യം, ദാവീദിൻ്റെ ആ മനോഭാവം ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ട്, ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ബലിമൃഗത്തെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ, കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് നമ്മളെടുക്കുന്ന ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. തലേന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മാനസികമായി തയ്യാറെടുക്കണം. നമ്മൾ ദേവാലയത്തിൽ പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിമൃഗത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ബലിയർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ഒരു കുർബാനയെ നമ്മൾ പാഴാക്കി കളയരുത്. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ സാധാരണ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെച്ച് അതുമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ അവിടെ നമുക്കൊരു കൃത്യമായ കണക്ക് കൂട്ടലുണ്ട്. ദൈവ ഇടപെടേണ്ട മേഖലകളെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ അത് വെക്കുന്നുണ്ട്. അത് കുറച്ച് വളരെ എഴുതി തയ്യാറാക്കി പോയാൽ അത് നമുക്ക് വളരെ ഫലദായകമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുർബാനയ്ക്ക് പോകാനെടുക്കുന്ന ഒരുക്കം, നേരത്തെ പള്ളിയിലെത്തുക, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തന്നെ ദേവാലയത്തിലെത്തി അല്പനേരം ശാന്തമായി പ്രാർത്ഥിച്ച് ബലിയിൽ പങ്കെടുക്കുക, ഒരുക്കത്തോടെ പങ്കെടുക്കുക, വിശുദ്ധിയോടെ പങ്കെടുക്കുക, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ഇതെല്ലാം ഈ കാര്യത്തിനകത്ത് 2 സാമുവേൽ 24:24 ഒരു ചെലവില്ലാത്ത ബലി ഞാൻ അർപ്പിക്കില്ല എന്ന ദാവീദിൻ്റെ നിലപാട് നമുക്ക് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് വലിയ ആ പാഠങ്ങൾ നൽകും. മറ്റൊന്ന്, ഇങ്ങനെ ദാവീദ് വില കൊടുത്ത് ബലിയർപ്പിച്ച ആ സ്ഥലമാണ് പിന്നീട് ജെറുസലേം ദേവാലയത്തിന് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ സോളമൻ തിരഞ്ഞെടുത്ത സ്ഥലം ഇതാണ്. അരവനായുടെ ഈ മെതിക്കളമാണ്, ജബൂസിനായ അരവനായുടെ മെതിക്കളമാണ് യഥാർത്ഥത്തിൽ ടെമ്പിൾ മൗണ്ടായിട്ട്, ദേവാലയത്തിൻ്റെ മലയായിട്ട് പിന്നീട് മാറുന്നത്. അവിടെ തന്നെയാണ്, അതിൻ്റെ ആ മലയുടെ മറ്റൊരു ഭാഗത്താണ് യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലി നടക്കുന്നത്. യഥാർത്ഥത്തിൽ തൻ്റെ ശരീരത്തെ അപ്പമായി, ധാന്യം പൊടിച്ചുണ്ടാക്കി അപ്പമായി നൽകിയ യേശുക്രിസ്തുവിൻ്റെ ആ ബലി നടന്ന മല ഈ മെതിക്കളം തന്നെയാണ്, ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇനി നമ്മളിവിടെ കാണുന്ന ഒരു കണക്ഷൻ, ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടാനായി നിന്ന സ്ഥലം ഇത് തന്നെയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലം ഇതാണ്. അതുപോലെ ദാവീദ്
അരമനയുടെ മെതിക്കളത്തിൽ ബലിപീഠം പണിയുന്ന സ്ഥലം അതും സെയിം ലൊക്കേഷനാണ്. സോളമൻ ദേവാലയം പണിയുന്ന ലൊക്കേഷൻ ഇതാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തു തൻ്റെ കുരിശിലെ ബലി പൂർത്തിയാക്കിയ സ്ഥലവും ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരിക്കൽ ഒരാൾ വളരെ വേദനിച്ച് വില കൊടുത്ത് ബലിയർപ്പിച്ച ഒരു സ്ഥലം പിന്നീട് ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ദൈവാനുഭവത്തിൻ്റെ ആ അനുഭവം മറ്റുള്ളവർക്ക് നൽകുന്ന സ്ഥലമായിട്ട് മാറുന്നു. ഇത് നമ്മൾ ഇന്ന് ഒരു ബലിപീഠത്തിൽ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അവിടെയുള്ളൊരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച എല്ലാ ദൈവമനുഷ്യരുടെയും പ്രാർത്ഥനയുടെ ഒരു കണ്ടിന്യൂറ്റിയാണ്, തുടർച്ചയാണ് നമ്മുടെ ഈ ബലി. അതുകൊണ്ട് അതാണ് അതിൻ്റെ വില. സഭയോട് ചേർന്ന് നമ്മൾ ഔദ്യോഗിക സഭയുടെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ ഇത് നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ച മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ചങ്ങലയിലെ അവസാനത്തെ കണ്ണിയായിട്ട് നമ്മൾ മാറുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ നൈരന്തര്യം, കണ്ടിന്യൂറ്റി, തുടർച്ച നമുക്ക് ഈ ബലിപീഠത്തിൻ്റെ ആ സംഭവത്തിൽ കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ദാവീദ് അർപ്പിച്ച ഈ ബലി പാപപരിഹാരത്തിൻ്റെയും അതുപോലെ വില കൊടുക്കലിൻ്റെയും ചില അനുഭവങ്ങൾ നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് എടുക്കേണ്ട പുണ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ട പുണ്യം, നമ്മൾ ചെയ്ത അധർമ്മങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. മറ്റൊരാളെ പ്രതി ചേർക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് നമ്മൾ ചെയ്ത അധർമ്മത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. പകരം നമ്മൾ അത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കേണ്ട തിന്മ എന്താണ്? മറ്റുള്ളവരുടെ ചുമലിൽ നമ്മുടെ അധർമ്മത്തിൻ്റെ ഭാരം കെട്ടിവെക്കുന്ന ശീലം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നീതീകരിക്കുന്ന ശീലം ഒഴിവാക്കണം. നമുക്ക് ചെയ്യാനുള്ള ഒരു ഇന്ന് ചെയ്യാനുള്ള ടാസ്ക് ഇതാണ്. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 5 പ്രാവശ്യമെങ്കിലും നമ്മൾ കുരിശ് വരച്ച് ദൈവത്തെ ആരാധിക്കുക. വെറുതെ അബോധമായി കുരിശ് വരയ്ക്കുകയല്ല. നമുക്ക് എപ്പോഴൊക്കെ കുരിശ് വരയ്ക്കാം? നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി കുരിശ് വരയ്ക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, എവിടേക്കെങ്കിലും പുറത്തിറങ്ങുമ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങാം. ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, വാഹനം ഓടിക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു 5 പ്രാവശ്യം മിനിമം നമുക്കിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കുരിശിലെ ബലിയെ ആരാധിക്കാനുള്ള ഒരു ടാസ്ക്കാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.